അപ്പൊ ഇന്ന് ഞങ്ങളെ ആര് ഒരു 1-1.5 ജയാണ്ട് ജയിക്കും. ആര് ഞങ്ങള് പറഞ്ഞ ആളാരാ? അതൊക്കെ ഇപ്പൊ ചോദിച്ചാണ്ട. എന്ത് 300 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോ 300 അടിച്ചു. കാരണം നിങ്ങളെ ബൗളിംഗ് അത്രമാത്രം ഉഷാറാണല്ലോ. കഴിഞ്ഞ കളിയിൽ കണ്ട് നിങ്ങൾ വലിയ റൺ അടിച്ചോ മറ്റോ അതിനെക്കാട്ടി ഈസി ആയിട്ട് അടിച്ചെടുത്ത്. ഞങ്ങളെ ബൗളിംഗ് പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങള് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങള് വലിയ സംഭവം എന്ന് പറയണില്ല, നോർമൽ ടീം. പക്ഷെ ഞങ്ങള് നല്ല നല്ല നീറ്റായിട്ട് കളിച്ച് ജയിക്കാൻ ശ്രമിക്കും. അതാണ് നിങ്ങൾ അങ്ങനൊന്നും അല്ല എന്നല്ലോ പറഞ്ഞിരുന്നത്. നിങ്ങള് ഈ ഓപ്ഷന് മുമ്പ് എല്ലാവരും കണ്ട് ഒഴിവാക്കി കോട്ടക്കണക്കിന് പൈസ പോയാണ്ട് കുറെ ആൾക്കാർ എടുത്ത് വെച്ച്. മുസ്തഫീസൂറിന് 3 ലക്ഷം, മുസ്തഫീസൂറിനെ വണ്ടിച്ച് 10 വെജ്ജ നിങ്ങൾ കായ് കൊടുത്തൊക്കെ വെള്ളത്തിലായില്ലേ. അതുണ്ടാവും പറഞ്ഞാണ്ട് കുറെ ആൾക്കാരെ പറഞ്ഞും വിട്ട് ആകെ വെള്ളത്തിൽ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞപ്പോ കൊറേ കാലമായി ടീമിൽ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ ഒരു മാറ്റം. റസലിനൊക്കെ പകരപ്പം നിങ്ങൾ ആരെ കണ്ടിരിക്കുന്നത്? ആരും ഇല്ല. രമൺദീപ് അടിച്ചുവല്ലോ, അതൊക്കെയാണ് ഇപ്പൊ പറയണത്. അതായത് ഈ ഓപ്ഷന് മുമ്പ് നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയെന്ന് വെച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓപ്ഷൻ കഴിഞ്ഞപ്പോ നിങ്ങൾ ഭയങ്കര സംഭവം നിൽക്കുക. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ, അതിപ്പോ അങ്ങനെ തന്നെയല്ലേ. ഞങ്ങള് ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോ ചെറിയ പ്രശ്നങ്ങള്, എത്ര പരിക്ക് വന്നു, പ്രശ്നമായി, റാണൊക്കെ പ്രശ്നമായി. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വർത്താനം മതി. നിങ്ങളെ കൊണ്ട് ആവൂല പ്രാവശ്യം. ഞങ്ങൾക്ക് ആകും. ഞങ്ങൾ കഴിഞ്ഞ കളിയിൽ അതിന്റെ ഒരു സൂചന തന്നെയാണ്. എന്ത് സൂചന? നല്ലോണം കിട്ടിയെന്നല്ലോ തിരിച്ചു അത് അങ്ങനെ തന്നെയല്ലേ. ഞങ്ങൾ തോറ്റു പറഞ്ഞാൽ നിലവിലെ ചാമ്പ്യന്മാരോടാണ്. നിങ്ങൾ തോറ്റതോ എന്നോ കപ്പെടുത്ത കുറെ കഥകൾ പറയണ ചരിത്രം പറയണ ആൾക്കാരായിട്ട് ഞങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരുടെ തോറ്റത്. എന്നാ ഒരു കപ്പെടുത്ത് ലാസ്റ്റ് കുറെ ആയില്ലേ. എത്ര കപ്പെടുത്തേ കണക്കൊന്നും പറയണ്ട. അപ്പൊ ഞങ്ങളും കപ്പൊക്കെ എടുത്തു. നമുക്കിപ്പോ മുംബൈ ഇന്ത്യൻസിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു വലിയ ടീം തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ റീസെന്റ് കളിയിൽ 15 ഓവർ തന്നെ ഓല് തീരുമാനമാക്കി ഒന്നില്ല ഞങ്ങളെ. അതാ പഠിക്കലൊക്കെ പോയി. ഒരു കളി പഠിക്കലും ഇതിന് മുമ്പൊന്നും IPL ഇങ്ങനെ കളിച്ചിട്ടില്ല. പിന്നെ ഡൊമസ്റ്റിക്കിൽ എന്തോ ഫോം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നലും രഹാനും കൂടിയാണ് തുടങ്ങും. ആയിക്കോട്ടെ. അവിടെ അഭിഷേകും ഹെഡും കൂടിയാണ് തുടങ്ങണ പോലെ രഹാനന്റെ തുടക്കമൊക്കെ നമ്മൾ കണ്ട്. കഴിഞ്ഞ കളി തുടക്കത്തിൽ അടിച്ചു. പിന്നെ 40 ബോളിലല്ല 60. അത്രേ ഉള്ളൂ. അത് തുടക്കത്തിൽ 4 ഗ്യാസ് ചെയ്യും. സത്യത്തിൽ മറ്റവർക്ക് പറ്റിയ അബദ്ധം തരും. രഹാൻ അപ്പൊ ഔട്ടാക്കിയാണ്. രഹാൻ അവസാനം വരെ അവിടെ നിർത്തണം. ഞങ്ങളെ ഐശ്വര്യം നല്ല ഒരു സൈഡിൽ അവിടെ വിക്കറ്റ് നിൽക്കും. എത്രയോ ആവേണ്ട റൺസ് അങ്ങനെയായി. ഞങ്ങൾക്ക് അങ്ങനല്ല. ഞങ്ങളെ ഹെഡും അഭിഷേകം കൂടിയാണ് ഫോം ആയാലല്ലേ സ്ഥിരമായിട്ട് ഫോം ആവണതാണ്. ഞങ്ങൾക്കിപ്പോ പുതിയ അടിയാണ് അഞ്ചേത് വർമ്മൊക്കെ. പിന്നെ ഇഷാൻ കിഷന്റെ ഫോമിന്റെ 7 അയലത്ത് വേണ്ട 14 അയലത്ത് വരണം ഒരാളുണ്ട്. ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഫോമായ എല്ലാവരും എത്തും. അതൊക്കെ തന്നെ. നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ കളി 4 അടി അടിച്ചെന്നും പറഞ്ഞാൽ നിക്കണ്ട. അതിപ്പോ അവിടെ എല്ലാരും അടിച്ചു. ബാങ്കടലല്ലേ എല്ലാരും അടിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് ബൗളിംഗിൽ ഇപ്പോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചെറിയ നല്ലോണം പ്രശ്നമുണ്ട്. പകരം ചക്രവർത്തിക്കൊക്കെ ചക്രവർത്തി ആ ചെറിയ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അത് തിരുത്തി കഴിഞ്ഞാൽ അവന്റെ മിസ്റ്ററി സ്പിന്നിങ് ഒക്കെ എല്ലാവർക്കും പറയാം. സർവാനിക്ക് ചെറിയ എക്സ്പീരിയൻസ് പ്രശ്നമുണ്ട്. കൊണ്ട് പറ്റൂല. ഞാൻ ആദ്യം ആൾക്കാർ ഞങ്ങൾ ടീം കോച്ചിങ് നടത്തിയിട്ട് നിങ്ങൾ ഓപ്പണിംഗ് ബൗളിംഗ് ഒക്കെ ഉണ്ടല്ലോ ടൂത്ത്ലെസ് ആണ്. നിങ്ങൾ തിരിച്ചു ചോദിച്ചു ഞങ്ങള് ഊനെടുക്കടും പത്തേലൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നോക്കണ്ട. വിക്കറ്റ് ബൗളിംഗ് തീരെ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ പരിക്കൊക്കെ കഴിക്കാണ്ട് ചെറിയ പ്രശ്നങ്ങളായതാണ്. അല്ലാതെ സെയിം ടാക്ടിക്സ് ഇന്ന് എടുക്കും. ഞങ്ങൾ 300 എങ്കിൽ 300 അത് അടിച്ചാൽ ആൾക്കാരുണ്ട്. ഞങ്ങൾ അത് ചേസ് ചെയ്യും.